അധികം ആലോചിക്കണ്ട. നീ ഇന്നലെ ആദ്യമൊക്കെ കൂടെ പോയി ആരോടൊക്കെ സംസാരിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. നീ ഇന്നലെ ബിസിയാന്ന് പറഞ്ഞിട്ട് എവിടെ പോയിന്ന് എനിക്കറിയാം കേട്ടോ. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് നടക്കാമെങ്കിലേ എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കാം. നീ പോടി. നീ പോടോ. ഞാൻ പോവാണ്. അങ്ങനെ നീ പോയാലോ? പപ്പി എനിക്ക് ചാവിതാ, എനിക്ക് പോണോ? ചാവി ഞാൻ തരത്തില്ല. ആദ്യം നീ ഇങ്ങോട്ട് ഇറങ്ങ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ പോവുക. അങ്ങനെ നീ പോയാലോ? എന്താ ഇന്റെ പ്രശ്നോ? എന്താ നിങ്ങളുടെ പ്രശ്നം? നീ വന്ന് വണ്ടി എടുക്ക, എന്നെ കയറ്റിയെടുത്ത് തിരിച്ചു കൊണ്ടാക്ക്. എനിക്കൊന്നും വയ്യ, നീ നടന്നു പോയാ മതി. നീ വിളിച്ച് കയറ്റിയിട്ടല്ലേ ഞാൻ വന്നത്. ഞാൻ വിളിച്ചപ്പോ എന്തിനാ വണ്ടി കയറിയ? അതെ അതെ അതെ, ഇത് പൊതുവഴിയാണ്. നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇത് പൊതുവഴിയാണല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവോ? നീ നിന്റെ പാട് നോക്കിപ്പോ. നീ അവനോട് സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ. ഇത് വലിയ കഷ്ടായല്ലോ. വലിയ ശല്യമായല്ലോന്നോ. പക്ഷേ നീ ആരാണെന്നും ആരുടെ മോളാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോകാൻ നോക്ക്. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോ. ഒരു മര്യാദ വേണ്ടേ? കുറെ ന്യൂജൻ വന്നേക്കുന്നു. ചോണറത്തല ഭവാനി ആരാന്ന് ഇതുങ്ങൾക്കൊന്നും അറിയത്തില്ല. മര്യാദ കെട്ടാലേ ഞാൻ മഹാ കുഴപ്പമാ. അവിടെ ഇങ്ങോട്ട് വാ. എടാ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു. എടാ, ഇവിടെ ഈ വാതില് വെച്ച് രണ്ട് നെരന്ത പിള്ളേര് അവിടെ ഒന്ന് വഴക്കുണ്ടാവുന്നു. എന്റെ പൊന്നു മോനെ, എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാനൊന്ന് ചോദിച്ചു, എന്തിനാ കുഞ്ഞുങ്ങളെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാവുന്നു? എന്റെ ദൈവമേ, എന്നെ തല്ലിയില്ലെന്നേ ഉള്ളടാ. ആണോ? അത്രേ ചോദിച്ചുള്ളൂ? എടാ, ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. പിള്ളേര് ചുമ്മാ എന്തേലും ആടി ഉണ്ടായിക്കൊണ്ടിരുന്നായിരിക്കും. ചുമ്മാ ഒന്നുമല്ല, എനിക്ക് ആ പെണ്ണിനെ നല്ലവരെ അറിയാം. ഇവിടെ പാലച്ചോടുള്ളതാ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴേ അതിന്റെ തള്ളയെ അമ്പലത്തിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടടാ. ഹലോ ഗായ്സ്, എന്തൊരു ഡിസ്കഷൻ പുറത്തുനിന്ന് കേൾക്കാലോ. ആന്റി, ഒരു ചൂട് ചായ എടുത്തോളൂ. എന്താ സംഭവം? നീ വട്ടം വീഴുന്നതിനും പെട്ട് അവിടെ പോയിട്ട് വരുവാ. അമ്മൂമ്മയ്ക്ക് അറിയാലോ, ഞാൻ ഇന്നലെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. ഇന്നിപ്പോ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നു. എന്നോട് ആരും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. ശിവ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചോദിക്കാതെയും പറയാതെ ഇവിടുന്ന് എവിടെങ്കിലും പോയാലുണ്ടല്ലോ, താടി കെട്ടി ഞാൻ തട്ടും കേട്ടാ. അറിയില്ല, ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. എന്താ സംഭവം? എടാ കേശു, എന്നെ അവർ രണ്ടും കൂടെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടടാ. ഒന്നും കൂടെ ചോദിക്കണ്ട, ഞാൻ പണയാ. പറ. അമ്മൂമ്മ വരുന്ന വഴിക്ക് ഏതോ രണ്ട് കൊച്ചു പിള്ളേര് നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ അല്ലേ വെച്ച് അടി ഉണ്ടാക്കുന്നത് അമ്മൂമ്മ കണ്ടു. അവരുടെ ഇടയില് പ്രശ്നത്തിൽ കയറി അമ്മൂമ്മ ഇടപെട്ടു. അവരെന്തോ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ്. എടാ, കൊച്ചു പിള്ളേരോ? നിന്നെക്കാട്ടിലും ശിവാനെക്കാട്ടിലും പ്രായമുള്ള പിള്ളേരാ. അവര് വഴക്കുണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മൂമ്മ കയറി ഇടപെട്ട് അവരെ ഓടിച്ചു വിട്ടു. അത്രയല്ലേ ഉള്ളൂ. ഭവാനിയെ ഓടിച്ചു വിടും, കുറച്ച് കുളിക്കും. அம்மா, உங்களை பார்த்தாலே தெரியுது நீங்க ரொம்ப பயப்பட்டு இருக்கீங்கன்னு. എനിക്ക് ഭയമൊന്നുമില്ല. പിന്നെ അവര് സംസാരിച്ചപ്പോ എനിക്ക് രണ്ട് വർത്തമാനം കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരിത് അത്രേ ഉള്ളൂ. എടാ കേശുമോനെ, വാടാ, നമുക്ക് പോയി ചോദിക്കാം. അവിടെ കേശു വരുന്നില്ല. അമ്മൂമ്മ ചുമ്മാ ഒന്ന് അടങ്ങിയില്ല. അമ്മൂമ്മ അല്ലേ ചേച്ചി, ഞാനും കണ്ടു കേട്ടോ രണ്ടുപേര് പുറത്തുനിന്ന് സംസാരിക്കുന്നത്. എന്തോ സൗന്ദര്യ പിണക്കം. നമ്മളെന്തിനാ നോക്കാൻ നിൽക്കുന്നത്? ഞാൻ ഇങ്ങ് വീട്ടിലോട്ട് പോകുന്നു. സൗന്ദര്യ പിണക്കോ? രണ്ടും കൂടെ റോഡിൽ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നതെന്ന്. അപ്പൊ എന്നോട് പറയുവാന്നേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് വഴക്കുണ്ടാക്കാവുന്ന. അത് മാത്രമല്ല ലച്ചു, അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കരുതെന്ന്. അമ്മൂമ്മ, രണ്ട് പിള്ളേരും അവരവിടെ കിടന്ന് അടി ഉണ്ടാക്കൂ, അല്ലെങ്കിൽ അവരെ ഒത്തുചേരുവോ എന്തിനാന്ന് വെച്ചാൽ അവരുടെ പരിപാടി അവിടെ നടക്കട്ടെ. അവരവരുടെ പാട്ട് നോക്കി പോട്ടെ. നമ്മളെന്തിനാണ് വെറുതെ അവരെ ചൊറിയാൻ പോണത്? എടാ, ആ ചെറുക്കനെക്കാട്ടി നെകളോ ആ പെണ്ണിന്. എടാ, ആ പെണ്ണിന്റെ അമ്മയ്ക്ക് എന്നെ അറിയാമെന്നുള്ളത് അവൾക്ക് അറിയത്തില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവൾ ഒന്ന് പതുങ്ങിയേനെയായിരുന്നു. അയ്യോ, അവര് പേടിച്ച് കൈ കുമ്പിട്ട് നിന്നേനെ. അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ. അമ്മമ്മക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അത് ചെയ്യും. അതെ, ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഒന്ന് വരണം ചോദിക്കാൻ. ഇപ്പൊ എന്തിനാണ് അമ്മൂമ്മയുടെ പ്രശ്നം? അമ്മൂടെ ആരെങ്കിലും വന്നിട്ട് അവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുവോ? പ്രശ്നം തീരും. ഉറപ്പാണ്? ഉറപ്പ്. കൺഫേം? കൺഫേം. ചേച്ചി, ചേച്ചിയല്ലേ കൂട്ടത്തിലെ മൂത്ത്? ചേച്ചി പോയി ചോദിച്ചിട്ടോ. എന്നെ കൊണ്ടൊന്നും വയ്യ വല്ല പിള്ളേരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ. ശിവാനി വേണമെങ്കിൽ കൂടെ വരും. എനിക്ക് വേറെ പണിയുണ്ട്. ഇവിടെ ഉള്ള പണിയൊന്നും ചെയ്യാൻ സമയമില്ല. അപ്പോഴാണ് ഇനി പുറത്തുനിന്നും കൂടെ വള്ളി. ഞാനില്ല. പാറു 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 കൂടെ പോ. പാറു ചെല്ല്. ഞാൻ
ആരും വരണ്ട. എന്റെ കനകമ്മോൾ എന്റെ കൂടെ വരും. ഫോണൊക്കെ കയ്യിലുണ്ടല്ലോ. அம்மா யார கூப்பிட போறீங்க? ആരെ കൂപ്പിടണമെന്ന് അറിഞ്ഞാലേ നീ വരത്തുള്ളൂ. ഇങ്ങോട്ട് വാ എന്റെ കൂടെ. ബാ ഇങ്ങോട്ട് വാ. എന്ത് വെള്ളിയും കൊണ്ടാണോ ഇനി വരാൻ പോകുന്നത്? ഞാൻ പോയിട്ട് പിന്നെ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. அம்மா அம்மா கொஞ்சம் நில்லுங்கம்மா. யார கூப்பிட போறோம்? കൂപ്പിടാനല്ല, വീഡിയോ പിടിക്കാനാ വന്നു. உங்களோட வீடியோவா? എന്റെ വീഡിയോ അല്ല. നീ വാ, ഞാൻ കാണിച്ചു തരാം. വാ. പോയിട്ടില്ല. കണ്ടോ? അവരുടെ വഴക്ക് ഇതുവരെ തീർന്നിട്ടില്ല. ഇവരുടെ വീഡിയോയാ എടുക്കേണ്ടത്. அம்மா அவங்க சின்ன பிள்ளைங்கம்மா, எதுக்கம்மா வீடியோ எல்லாம் எடுக்கணும்? അയ്യോ, ചിന്ന പുള്ള. അവരെന്നെ പറഞ്ഞതൊന്നും നീ കേട്ടില്ലല്ലോ. നീ കേക്കുമായിരുന്നെങ്കിലേ നീ പോയി അവരെ അടിച്ചേനെയായിരുന്നു. നീ വീഡിയോ പിടിക്ക്. നീ വീഡിയോ എടുക്ക്. எதுக்கம்மா? എതുക്കെന്ന് ചോദിച്ചോണ്ടിരിക്കാതെ. അതെ, അവളെ അമ്മയെ കാണിച്ചു കൊടുക്കാനാ. അവിടെ അമ്മയൊന്ന് കാണട്ടെ. നേരം വെളുക്കുമ്പോ ഒരുങ്ങിക്കെട്ടി അവൾ എങ്ങോട്ടാ പോന്നേന്ന് ഒന്ന് അറിയണമല്ലോ. പിന്നെ അത് മാത്രല്ല, കാരണവന്മാരോടൊക്കെ ഇവളൊക്കെ എങ്ങനെയാ പെരുമാറുന്നതെന്നൊന്നും അറിയണമല്ലോ. அம்மா அப்படி இருந்தா ரொம்ப பிரச்சனை ஆயிடும்ல. നിന്നോട് പറയുന്ന നീ അങ്ങ് ചെയ്താ മതി. കൊടുക്കും. അവര് പറയുന്നതൊക്കെ കേക്കാവോ? அம்மா ரொம்ப தூரம் தானே, அதனால சொல்றதெல்லாம் கேட்காது. നീ ഇതിനകത്ത് അങ്ങോട്ട് വലിച്ചു വിട്. அம்மா அப்படி வலிக்கலாம் முடியாதம்மா. அவங்க ரொம்ப தூரத்துல. കിട്ടുന്നുണ്ടല്ലോ. പറയുന്ന കേൾക്കുന്നുണ്ടോ? கொஞ்சம் தான். നോക്കുന്നു. கட் செய்யட்டா? ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. அம்மா பிரச்சனை ஆயிடுமாமா? ഒരു പ്രശ്നവും ഇല്ല, നീ മിണ്ടായിരി. எனக்கு பயமா இருக்குமா? നീ ഒരു പ്രശ്നവും ഇല്ല. നീ